കുറച്ച് കൂടുന്നോ? കുറച്ച് കൂടുന്നുണ്ട്. തന്റെ നാക്ക് ശരിയല്ല, താൻ കഴിക്കണ്ട. ഏയ് ചേട്ടാ കഴിക്ക്. ആ സാമ്പാർ ഇങ്ങോട്ട് കുത്തി ഒഴി മറിക്കങ്ങോട്ട് മറിക്കങ്ങോട്ട് തോണ്ടി കളിക്കണ. ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു തന്നാലേ അങ്ങനെ വലിച്ചു വരുത്തുന്ന ശീലമില്ല എനിക്ക്. ശീലണ്ട. ജയിലിൽ നിന്നാണോ വരുന്നേ? മിക്കവാറും ഞാൻ ജയിലിൽ പോകും. കുഞ്ഞ് ഞാൻ അപ്പുറത്തെ ബോഗയിലുണ്ട്. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി ചേട്ടാ. വിളിക്കാം. താങ്ക്സ് മസലേട്ടാ. ഓ ഇതെന്ത് ജീവി? ഒരു മങ്കി ക്യാപ്പ് വെച്ചിരിക്കണ കണ്ട. എന്നാന്ന്? മങ്കി ക്യാപ്പ് ഇട്ടിട്ട് എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ആലോചിക്കായിരുന്നു. ഫാൻ കറങ്ങുന്നില്ലല്ലോ. ശരിയാ, കറങ്ങണില്ല. ഞാനൊന്ന് നോക്കാം. ഏയ് വേണ്ട, സാരില്ല. സാരുണ്ട്, ഞാനിപ്പോ ശരിയാക്കി തരാം. സാരില്ലെന്നാ കുട്ടി പറഞ്ഞില്ല, പിന്നെ തനിക്കെന്താണോ? സാരുണ്ട്. ഇത് ശരിയാക്കി ഇവിടെ എല്ലാവർക്കും കാറ്റ് കിട്ടൂലേ? ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിക്കുമ്പോ അപ്പ കയറി അങ്ങോട്ട് മുടക്കിക്കോളും. എന്താണോ ഈ ഫാൻ കറങ്ങിയ തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു മിനിറ്റ് ചേച്ചി ഉറങ്ങിക്കോളൂ. കൃഷ്ണ, ലൂസ് കോണ്ടാക്ട്. സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തേ. ഓക്കേ. ഒരു അശ്രദ്ധ മൂലം കാറ്റ് കിട്ടാണ്ട് പോയനെ ഇപ്പോ. ബ്രെയിനെ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ല. യൂസ് ചെയ്യണം ജസ്റ്റ് കോമൺ സെൻസ്. എവിടെ ഇടുക്കിയിലെ കറണ്ട് വരെ കളഞ്ഞല്ലാടോ. തനിക്കൊക്കെ എന്തിന്റെ കേടാടോ? മര്യാദയ്ക്ക് വെളിച്ചത്തിൽ. ചേച്ചി ആ പാവത്തിനെ ചീത്ത പറയല്ലേ. ഇവിടെ ചവിട്ടിക്കുട്ടി കുഴക്കം ഞാൻ ഇന്നവനാ. അവന്റെ അമ്മയുടെ കോമൺ സെൻസ്. നീ ആരാ? പള്ളി ബസ്സിൽ എഞ്ചിനീയറാ? പോയി മേനകെട്ടവൻ മൊത്തത്തിൽ ഇരുട്ടാക്കിയിട്ട് ബാക്കിയുള്ളവന്റെ സീറ്റ് എവിടെ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. എനിക്കറിയാം എന്റെ സീറ്റ് കണ്ടുപിടിക്കാനാണ്. കാണിക്കുന്നേ? ക്ഷമിക്കണം മകളെ, ഇരുട്ടത്ത് എനിക്കിങ്ങനെ പറ്റാറുള്ളതാ. സീറ്റേ എവിടെയാണ് സീറ്റ്? കാശ് കൊടുത്താലും ഇതുപോലൊരു കാഴ്ച കാണാൻ പറ്റില്ല. താങ്ക് ഗോഡ്. കുറച്ചു മുമ്പ് നിങ്ങളൊക്കെ ഈ മനുഷ്യനോട് ചൂടായി. ഈ ട്രെയിൻ ഇവിടെ നിന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര നല്ലൊരു കാഴ്ച കാണാൻ പറ്റുമായിരുന്നോ? അതെ, സോറി. എന്താ വിഷമിച്ചിരിക്കണേ? കുറച്ചു മണിക്കൂറുകൂടി കഴിയുമ്പോ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലമെത്തും. ആ മിന്നാമിന്നിക്കൂട്ടം, നിലാവെള്ളി രാത്രി, പിന്നെ ഒക്കെ മാഞ്ഞു പോവില്ലേ? നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സമയത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പതാ ആ മരങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ അതെത്ര സ്പീഡിലാണ് പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യത്തിന്? എവിടേക്ക് ഇതൊക്കെ ഓടിപ്പോണു? എന്താ നോക്കുന്നേ? അല്ല, മനുഷ്യരെ മൃഗങ്ങളെ പോലെ കാണുന്ന നമ്മുടെ നാട്. ഇവിടെ മൃഗങ്ങളെ മനുഷ്യരെ പോലെ ഈ വീട്ടിൽ പരിചരിക്കണം കണ്ടപ്പോ അത്ഭുതം തോന്നി.
പശുക്കളെ ആരാധിക്കുന്ന കുടുംബ പാരമ്പര്യ ഞങ്ങളുടേത്. ഓ. ഗോമാതാക്കൾ ഐശ്വര്യവും സമാധാനവും കുടുംബത്തിന് നൽകും. എന്താ പറയുന്നേ? സാറേ ഇത് വീടോ കൊട്ടാരോ? ഹോ, ഒരു ചായ കിച്ചണിൽ നിന്ന് ഇവിടെ ഡൈനിങ് ടേബിൾ എത്തുമ്പോഴേക്കും തണുത്തുണ്ടാവൂല്ലേ? ശരിക്കും ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോകേണ്ടി വരും ഓരോ റൂമിലേക്ക്. ഇന്നത്തെ അതിഥി എനിക്ക് മനസ്സിലായില്ല. ഞാൻ രാമു, രാമചന്ദ്രൻ. സാറല്ല സഹായം. കൃഷ്ണമോളെ അവിടെ മോളിലുണ്ട്. അവളെ വിളിക്കേ. കൃഷ്ണ, കൃഷ്ണ, ദേ വരുന്നമ്മ. ദേ വിളിക്കുന്നു, വേഗം ചെല്ലേ. ഇത് ഫിനിഷ് ചെയ്തിട്ട് പോവാം. വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ എനിക്ക് അജിത്തെ എഴുന്നേറ്റെ. ആ, കണ്ടില്ലേ ടോക്കൺ ഉറപ്പ് കാണിക്കുന്നേ. കൃഷ്ണ ചെല്ലേ. രാമു, ഹായ്. what a surprise. രാമു എങ്ങനെ ഇവിടെ? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ആളെ മനസ്സിലായോ? ഈ രാമുവാ എന്റെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അല്ല, രാമു എന്താ സ്റ്റേഷനിൽ ഇറങ്ങാതിരുന്നേ? ഇറങ്ങാൻ നേരം ഞാൻ നോക്കുമ്പോ കൃഷ്ണ മറന്നു വെച്ച ഡ്രോയിങ് ബുക്ക് സീറ്റിനിടയിലെ. പിന്നെ ഞാനിത് കീറാതെ സൂക്ഷിച്ചെടുത്തപ്പോഴേക്കും ട്രെയിൻ വിട്ടുപോയി. പിന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ബസ് പിടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് എത്തിയത്. താങ്ക് യു. ഈ ഡ്രോയിങ് ബുക്ക് തരാൻ വേണ്ടിയാണോ താൻ ഇത്ര കഷ്ടപ്പെട്ട് വന്നത്? അതെ. ഒരു സഹായം ഞാൻ. ഈ ബുക്കൊന്ന് കളഞ്ഞു പോകാൻ ഇവിടെ എല്ലാരും കൂട്ട പ്രാർത്ഥനയാ. എനിവേ നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ ഡോക്ടർ രാജീവ്. ഹലോ, ഞാൻ രാമു. രാമു ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ആഹാരം കഴിക്കാം. വാ. വന്നോളൂ. അങ്കിളെ വാ, നമുക്കൊരു ഗെയിം കളിക്കാം. മാമ്പഴപ്പുളിശ്ശേരി കുറച്ചൊഴിക്കട്ടെ? പിന്നെ മാമ്പഴപ്പുളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടാ. അമ്മ മരിക്കണതിന് മുമ്പ് ഒരുപാട് ഉണ്ടാക്കി തന്ന. മതി 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 മതി. കുറച്ചുകൂടി കഴിക്കുന്നേ. അയ്യോ മതി. കുറച്ച് വയറ് ബാക്കി വെച്ചാലേ ഇനി പായസം കഴിക്കാൻ പറ്റൂ. പായസം കഴിച്ച ശേഷം ഒരല്പം ചോറും മോരും കൂട്ടി കഴിക്കണം, എന്നാലേ സദ്യ പൂർണ്ണമാകൂ. അങ്ങനെ കൂടുതൽ കഴിച്ചാൽ നാളെ ചിലപ്പോൾ ഒരു വാർത്ത വരും. കൗതുക വാർത്തകൾ. ആക്രാന്തം കൊണ്ട് അമിതമായി ഭക്ഷണം വാരിക്കോരി കഴിച്ച രാമു എന്നയാൾ വയർ പൊട്ടിത്തെറിച്ച് മരിച്ചു. അങ്ങനെ കേൾക്കുന്നത് മോശമല്ലേ? ഇത്രയും ചിരിക്കാൻ മാത്രം എനിക്കൊന്നും തോന്നിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, എന്തോ ഒരു ലക്ഷ്യം വെച്ചാ അയാളോട് വന്നിട്ടുള്ളൂ. എന്റെ ലക്ഷ്യം പറയട്ടെ? നീ തന്നെ ലക്ഷ്യം. അതെ, കല്യാണത്തിന് ശേഷം പറയാൻ എന്തെങ്കിലും ഇത്തിരി ബാക്കി വെച്ചേക്കണേ. അപ്പോഴേക്കും അത് പേപ്പറിൽ വന്നു. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ അവിടെ അടുത്ത്. സാറോ? സാറെന്താ ഇവിടെ? ഇവനെ തനിക്ക് നേരത്തെ അറിയോ? അറിയോന്നോ? ഇദ്ദേഹമാണ് വഴി ചോദിച്ച് നടന്ന എന്നെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടാക്കിയത്. നല്ല സാറാ. ഇവൻ സൂര്യസിംഹൻ, എന്റെ മൂത്ത മോന. സൂര്യസിംഹൻ, ചന്ദ്രസിംഹൻ, സിംഗം 1 ആൻഡ് സിംഗം 2. അച്ഛാ ഒന്ന് വന്നേ. ആഹാരം കഴിക്കുന്നത് കണ്ടില്ലേടാ, നീ വന്ന് കഴിക്കേ. അച്ഛാ ഒരു അത്യാവശ്യ കാര്യത്തിനാ. ഓ, ഇവൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. രാമു കഴിക്കും.